ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇട്ട മെഡിറ്റേഷൻ 7000 സംതിങ് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ഈശ്വരന് നന്ദി. പിന്നെ എൻ്റെ അനുഭവങ്ങളാണല്ലോ ഞാൻ ഈ വീഡിയോയിലൊക്കെ പങ്കുവയ്ക്കുന്നത്. മെഡിറ്റേഷനും യോഗ ഒക്കെ ചെയ്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ഇങ്ങനെ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പണ്ടൊക്കെ എനിക്ക് പുറത്തിറങ്ങി അങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ അങ്ങനെ സംസാരിക്കാനൊക്കെ അതിപ്പം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ ഒരു ഇത് മാറി എനിക്ക് ആരോട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതുപോലെ ക്യാമറയുടെ മുന്നിൽ വരുവാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ധൈര്യമോ ഒന്നും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ. പക്ഷേ ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചു. അത് ഈ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്തതിൻ്റെ ഗുണമാണ്. അതുപോലെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, അതായത് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇതിൽ കൂടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈശ്വരൻ കാണിച്ചു തരും. ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞ ഒരു വീട്ടമ്മയാണ്. ഞാൻ നേരത്തെ മുൻപുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്കെല്ലാം, അതായത് എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് വാങ്ങാൻ, എനിക്കൊന്ന് ഫോൺ റീചാർജ് ചെയ്യണം, എനിക്ക് ആർക്കെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ എനിക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ ഈ 1 വർഷം കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് എനിക്കതിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസവും ഈശ്വരൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് ഞാൻ ഓരോരോ സംരംഭങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ കഴിഞ്ഞ ജൂലൈ ഇതുപോലെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തോന്നി, പെട്ടെന്ന് എനിക്ക് ഈശ്വരൻ ഇങ്ങനെ ഓരോന്ന് തോന്നിക്കും, നീ അത് ചെയ്യ് സുജയ്, നീ ഇത് ചെയ്യ് സുജയ്, ഇങ്ങനെ മാർഗങ്ങൾ ഓരോന്ന് ഇങ്ങനെ ഉള്ളിൽ കാണിച്ച് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പലിശയ്ക്ക് പൈസ കടമെടുത്ത് കൊണ്ടുപോയി ഹോൾസെയിൽ കടയിൽ പോയി കുറേയേറെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ എടുത്തു കൊണ്ടുവന്ന് അത് വീട്ടിൽ വെച്ച് വിൽക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ സമാജം അങ്ങനെയുള്ള അവർക്കെല്ലാം കൊണ്ടു കൊടുത്തു. സത്യത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആ ഡ്രസ്സ് മുഴുവൻ വിറ്റഴിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ 8-9 പ്രാവശ്യം ഞാൻ പോയി എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സുകൾ മുഴുവൻ എനിക്ക് വിറ്റഴിക്കാൻ സാധിച്ചു. അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാം നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു കരുത്ത്, അത് നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഈശ്വരനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവം തന്നെ ഓരോ വഴികളിങ്ങനെ തുറന്നു തരും. സുജയ അത് ചെയ്യുക, ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് തോന്നി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഞാൻ ഇതുപോലെ പെട്ടെന്ന് തലേദിവസം തന്നെ ഒന്ന് തീരുമാനിച്ചു, എനിക്ക് നാളെ ഇതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകണം, എന്തായാലും ഒന്ന് നോക്കാം, അത് വിറ്റ് പോകത്തില്ല, നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല, ഇത് ചെയ്യാൻ പറ്റും, നടക്കും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, എൻ്റെ കൂടെ നാളെ ഒന്ന് വരാമോ? ആ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങും പോകാറില്ല. ഞാൻ വിളിച്ച ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ വരാൻ സൂചന. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഒരിടത്തും പോകുന്ന ആളല്ല. പെട്ടെന്ന് എൻ്റെ കൂടെ 2 പ്രാവശ്യം വന്നു. ഹസ്ബൻഡിനോട് ചോദിച്ചു, പുള്ളി ഇങ്ങനെ കടമൊക്കെ വാങ്ങിച്ച് പോകുന്ന പരിപാടിക്കൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല, അതും പ്രത്യേകിച്ച് പലിശയ്ക്കൊക്കെ എടുത്ത്. ഞാൻ ചോദിച്ച ഉടനെ എന്നോട് പറഞ്ഞു പാവെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയി ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. 9 പ്രാവശ്യം പോയി എടുത്തു കൊണ്ടുവന്ന് എല്ലാം വീട്ടിൽ തന്നെ വന്ന എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അതിൽ നിന്ന് എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ അല്പസ്വല്പം തയ്യൽ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്കാരെല്ലാം തുണി തയ്ക്കാൻ എൻ്റെ കയ്യിൽ തരും.
അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ അടുത്തത് പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണം. അടുത്ത ഈ ഒന്നുകൊണ്ട് തന്നെ ഇരുന്നാൽ പറ്റത്തില്ല, അടുത്ത വേറെ എന്തെങ്കിലും ചെയ്യണം. അത് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ തോന്നിക്കുക, നീ അത് ചെയ്യുക ഇത് ചെയ്യുക, ഇങ്ങനെ ഓരോ ദിവസവും എനിക്ക് അങ്ങ് അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ അങ്ങ് തോന്നിപ്പിക്കുക. അവിടുന്ന് ഞാൻ അടുത്തത് നോക്കി. അപ്പോഴേ കുമളി ഒരു ആവശ്യം എനിക്ക് കുമളി പോകേണ്ടി വന്നു. അവിടെ ചെന്ന് നേരിട്ട് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തേയില എടുത്തുകൊണ്ട് വന്നു. അതും വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ഈ പരിസരത്തുള്ളവരെല്ലാം എന്നോട് വാങ്ങിച്ചു. അപ്പോൾ ഒരു തവണ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വാങ്ങിക്കുന്നില്ല, ഇത് മതി. അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കെല്ലാം വീണ്ടും വേണം. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും നമ്മുടെ റിലേഷൻ പോയിട്ടുണ്ടായിരുന്നു, അവരെ കൊണ്ട് എടുപ്പിച്ച് രണ്ടാമതും അതും കൊണ്ടുവന്ന് അതും തീർന്നു കഴിയുമ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓൺലൈൻ വഴി വരുത്താൻ തുടങ്ങി. ഇപ്പം ഓൺലൈൻ വഴി വരുത്തി വീട്ടിൽ വെച്ച് അത് എല്ലാവരും വന്ന് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വേറൊരു വരുമാനം. അപ്പം 3 വരുമാനമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൊണ്ടും പറ്റത്തില്ല, ഇനി എന്തെങ്കിലും വേണം. അപ്പം അടുത്തത് ചിട്ടി തുടങ്ങി. ഈ പരിസരത്തുള്ളവരെല്ലാവരും എൻ്റെ കൂടെ ചിട്ടി ചേർന്നു. കുറച്ച് പേരെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെങ്കിൽ കുറേ ആൾക്കാർ എൻ്റെ കൂടെ ചിട്ടി ചേർന്ന് അങ്ങനെ ഒരു വരുമാനം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പ്രായത്തിൽ, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രായത്തിൽ നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അതായത് എൻ്റെ സ്വന്തം കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ എന്നെ കൊണ്ടിപ്പം സാധിക്കുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസവും എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹവും. ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഗുരുവായൂരപ്പനെയാണ് വിളിക്കുന്നത്. എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കണ്ണനാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തരുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ഭഗവാന്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ. അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മെഡിറ്റേഷൻ ഇനിയിപ്പം ഞാൻ പറഞ്ഞു തന്നാരും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടാണെങ്കിലും ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യണം. എന്തായാലും മെഡിറ്റേഷനും ചെയ്യണം, യോഗ ചെയ്യണം, അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈശ്വരൻ ഓരോരോ വഴികൾ ഇങ്ങനെ തുറന്ന് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിച്ച് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാം, സുജ അത് ചെയ്യുക, സുജ ഇത് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് തന്നെ ചെയ്താൽ പോരാ, ഒരു വരുമാനം നിനക്ക് പോരാ. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് മാറി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് എനിക്ക് പല വഴിക്കൊന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ളത് എനിക്ക് ഈശ്വരൻ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഈ യൂട്യൂബ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചതേയല്ല. പെട്ടെന്ന് അപ്പോൾ മകൻ വീഡിയോ എഡിറ്ററാണ്. അവൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ വല്ല കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുക, ഞാനെല്ലാം റെഡിയാക്കി തരാം. ഞാൻ പറഞ്ഞു പോടെ ഇറക്കാം, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്കതൊന്നും പറ്റിയതല്ല, ഞാൻ ചെയ്യത്തില്ല. പക്ഷേ ഇത് പെട്ടെന്ന് അതും എനിക്ക് ഈശ്വരൻ തോന്നിച്ചു, പെട്ടെന്ന് എന്തോ വീഡിയോ ചെയ്യണമെന്ന്. ഇത് 10 പേർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ മനസ്സിനങ്ങ് പറയുക, നിനക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ല, നീ 10 പേരോട് പറ. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ പറയാമെങ്കിൽ അവരൊക്കെ ഇപ്പോൾ ഈ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്ന് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വരിക, ആരും അംഗീകരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ചാനലിൽ അങ്ങിടാമെന്ന്. അങ്ങനെയാണ് ഞാനിതിട്ടത്. അത് ഞാൻ ചെയ്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതാണ് നിങ്ങളോട് ഓരോ ദിവസവും ഞാൻ പറയുന്നത്. അപ്പം അത് ചെയ്ത് പ്രാവർത്തികമാക്കി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇതല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് മെഡിറ്റേഷൻ ചെയ്യണം. അത് മനസ്സിന് സന്തോഷവും, നമുക്ക് പണം വരാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ അതിനൊപ്പം യോഗ, മെഡിറ്റേഷൻ, ഇതിൻ്റെ ഗുണം ഒരുപാടുണ്ട്. ഞാൻ ഓരോ ദിവസവും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.